വെൽക്കം ബാക്ക്. നമ്മൾ അടുത്തായി ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ അഥവാ സ്ക്രൈബസ്, പത്രത്താളൊരുക്കാം, ന്യൂസ് പേപ്പറിൻ്റെ ലേ ഔട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്ററാണ് സ്ക്രൈബസിൽ നിന്നുള്ള 2 മാതൃകാ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് രീതിയിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ശ്രദ്ധിച്ചിരുന്നാൽ കൃത്യമായി നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാക്കിയിട്ട് പോകാവുന്നേ ഉള്ളൂ. എല്ലാവരും ചിന്തിക്കുന്ന പോലെ ഇത് സ്ക്രൈബസ് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് ചെയ്തു പോകാവുന്ന കാര്യമേ ഉള്ളൂ. ഇതും നേരത്തെ പറഞ്ഞ പോലെ 5 മിനിറ്റിനകത്തും ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നോക്കാം, മാതൃക ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സ്ക്രീനിൽ നോക്കൂ. മാതൃകയിൽ നൽകിയിരിക്കുന്ന പോലെ പത്രത്താൾ അഥവാ ന്യൂസ് പേപ്പർ സ്ക്രൈബസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. തയ്യാറാക്കുക. ഇവിടെ സൂചനകൾ, പേപ്പർ കണ്ടല്ലോ, സൈസ് ഒന്ന് കൂട്ടി കാണിക്കാം. ഓക്കെ, ഇവിടെ എന്തുണ്ട്? റെഡ് കളറിൽ ന്യൂസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ഡയലി എന്നുണ്ട്, പിന്നെ അത് കേരള ബിക്കംസ് ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, ദെൻ ഒരു രണ്ട് കോളത്തിൽ ന്യൂസ്, 3 കോളത്തിൽ ന്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു പിക്ചർ ഉണ്ട്. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വായിച്ച് നോക്കാം. സൂചനകൾ എന്തൊക്കെയാണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഈ കാണുന്ന പോലെ പേപ്പർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പേപ്പറിൻ്റെ ലേ ഔട്ട്. എക്സാം 10 ഡോക്യുമെൻറ്റ്സിലെ സ്ക്രൈബസ് ഫോൾഡറിനകത്തുള്ള ന്യൂസ് ഡയലി .sla എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രൈബസിൻ്റെ ഒരു ഫയൽ എക്സ്റ്റൻഷനാണ്. ന്യൂസ്_diary.sla എന്ന ഫയൽ തുറക്കുക. ദീർഘചതുരം തയ്യാറാക്കി നിറം നൽകി തലക്കെട്ടിന് പിന്നിലായി ക്രമീകരിക്കുക. അപ്പോൾ ന്യൂസ് ഡയലി അവർ തന്നിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ചതുരം വരച്ച് കളർ കൊടുത്ത് ബാക്കിൽ സെറ്റ് ചെയ്താൽ മതി. ദെൻ എക്സാം 10 ഡോക്യുമെൻറ്റ്സിലെ സ്ക്രൈബസ് ഫോൾഡറിനകത്തുള്ള കേരള എക്സ്ട്രീം പ്രോപ്പർട്ടി .odt എന്ന ഫയലിലെ ടെക്സ്റ്റ് ഉൾപ്പെടുത്തുക. അതായിരിക്കും നമുക്ക് ഇവിടെ ഉൾപ്പെടുത്താനുള്ള ടെക്സ്റ്റ്. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ടെക്സ്റ്റ് ഉൾപ്പെടുത്തി കൊടുക്കണം. ഉൾപ്പെടുത്തിയ ടെക്സ്റ്റ് 3 കോളങ്ങളിലായി ക്രമീകരിക്കുക. നമ്മൾ ഉൾപ്പെടുത്തിയ ടെക്സ്റ്റ് 3 കോളങ്ങളിലായിട്ട് ക്രമീകരിക്കാൻ പറയുന്നുണ്ട്. ഓരോ കോളം തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 mm ആണ്. mm മീൻസ് മില്ലിമീറ്റർ. ഒരു കോളം അടുത്ത കോളം തമ്മിലുള്ള ഡിസ്റ്റൻസ് 4 mm ആയിരിക്കണം. ഇമേജസ് 10 നിന്നും poverty.jpg എന്ന ചിത്രം ഉൾപ്പെടുത്തുക. ഇവിടെ ഒരു പിക്ചർ കൊണ്ടുണ്ടല്ലോ, ആ പിക്ചർ നമ്മളടുത്ത് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കിയാലോ. അത് കഴിഞ്ഞിട്ട് സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് നോക്കാം എന്താണ്. തയ്യാറാക്കിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ന്യൂസ് ഡയലി എന്ന ഫയൽ നാമം നൽകി PDF ഫോർമാറ്റിൽ എക്സാം 10 പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ സൂക്ഷിക്കുക. അപ്പോൾ എക്സാം 10 പ്രൊഡക്ട്സിൽ രജിസ്റ്റർ നമ്പർ _ന്യൂസ് ഡയലി എന്നാണ് ഫയൽ നെയിം കൊടുക്കേണ്ടത് കേട്ടോ. ന്യൂസ് ഡയലി എന്ന ഫയൽ നാമാണ് നൽകേണ്ടത്. രജിസ്റ്റർ നമ്പർ _ന്യൂസ് ഡയലി PDF ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറയണം. തയ്യാറാക്കിയ ഫയൽ എന്താണ് നാമം PDF ഫോർമാറ്റിൽ. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ എക്സ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഡയറക്റ്റ് ചെയ്താൽ പോരാ. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാന്നുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ പറഞ്ഞിട്ടുള്ളത്? എക്സാം 10 ഡോക്യുമെൻറ്റ്സിൽ നിന്ന് ഫയൽ തുറക്കാനാണ് പറയുന്നത്. പോയി നോക്കാം. ഹോമിൽ നിന്നും എക്സാം 10 പ്രൊഡക്ട്സിൽ നിന്ന് സ്ക്രൈബസ് തുറക്കുക. അവിടെ ന്യൂസ് ഡയറി.sla, ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ന്യൂസ് ഡയറി.sla എന്ന ഫയൽ എന്ത് ചെയ്യുക? സ്ക്രൈബസിൽ തുറക്കുക. സ്ക്രൈബസ് തുറന്നു വരട്ടെ. നോക്കൂ, ഇങ്ങനെയാണ് സ്ക്രൈബസ് തുറന്നു വന്നിട്ടുള്ളത്. നമുക്കിവിടെ സ്ക്രൈബസിൻ്റെ സെറ്റിങ്സ് ഞാൻ സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിൻഡോസിൽ നിന്നും പ്രോപ്പർട്ടീസ്, ഇനി നിങ്ങൾ കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ വിൻഡോസിനകത്ത് പ്രോപ്പർട്ടി വിൻഡോ, അതുപോലെ തന്നെ പ്രോപ്പർട്ടി വിൻഡോ ടിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ അത് ഈ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇവിടെ പേസ്റ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ കണ്ടൻറ്റ് പ്രോപ്പർട്ടി, അതും ഇതുപോലെ നമുക്ക് അവൈലബിൾ ആവും. ഇനീഷ്യലി ആരെങ്കിലും ഒരാൾ ചെയ്ത കമ്പ്യൂട്ടർ ആണെങ്കിൽ എന്ത് ചെയ്യും? ഡിഫോൾട്ടായിട്ട് ഉണ്ടാവും. അതില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്തരത്തിൽ നിങ്ങൾ ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, മാപ്പ് നമ്മുടെ സ്ക്രൈബസ് തുറന്നു, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രോപ്പർട്ടീസ്, വിൻഡോസിൽ പ്രോപ്പർട്ടീസും കണ്ടൻറ്റ് പ്രോപ്പർട്ടീസും നമുക്ക് ആവശ്യമാണ്. അവ എന്ത് ചെയ്ത് നമ്മുടെ അടുത്ത സൈഡിലായിട്ട് പ്ലേസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ആൾട്ടർനേറ്റീവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആദ്യമായി ഇതിനകത്ത് ചെയ്യേണ്ടത് നമുക്ക് ഒരു റെഡ് റെക്റ്റാങ്കിൾ വരച്ച് ഇവിടെ വെച്ച് ചേർക്കണം. അതുപോലെ ഇവിടെ നിങ്ങൾ ന്യൂസ് എന്ന് വൈറ്റ് കളറിൽ എഴുതിയിട്ടുണ്ട് ടെക്സ്റ്റിൽ. നമ്മൾ റെഡ് കളറിൽ ഇതിൻ്റെ പിറകിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്താൽ എന്ത് സംഭവിക്കും?
കറക്റ്റായിട്ട് ആ വൈറ്റ് മുന്നിൽ കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം റെക്റ്റാങ്കിൾ വരച്ച് അതിലേക്ക് വേണ്ട കളർ കൊടുത്തിട്ട് ഇതിൻ്റെ ബാക്കിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം. അത് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഫയൽ തുറന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ വേണ്ട കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ പ്രോപ്പർട്ടീസും കണ്ടൻറ്റ് പ്രോപ്പർട്ടീസും കൂടെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി ആദ്യം ചെയ്യേണ്ടത് ഇവിടെ റെക്റ്റാങ്കിൾ വരച്ച് ഇവിടെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഇവിടെ നമുക്ക് എന്തുണ്ട്, ഈ ഒരു ഇതിനകത്ത് ഇവിടെ ന്യൂസ് എന്ന് വൈറ്റ് കളറിൽ എഴുതിയിട്ടുണ്ട്. നമ്മളത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, റെക്റ്റാങ്കിൾ വരച്ച് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ കഴിയും. ഓക്കെ, 1 സെക്കൻഡ്. ആദ്യം റെക്റ്റാങ്കിൾ വരക്കാൻ പോവാണ്. റെക്റ്റാങ്കിൾ വരക്കാൻ വേണ്ടി ഇവിടെ ഷേപ്പ് ടൂൾ ഉണ്ടല്ലോ, ഇടത് സൈഡിലെ ഈ ഷേപ്പ് ടൂൾ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ താഴെ ആയിട്ടൊന്ന് വരച്ച് ചേർക്കുകയാണ് ആവശ്യാനുസരണം. ഏകദേശം ഇവിടുത്തെ സൈസ് താഴെ സെറ്റ് ചെയ്തതാണ്. ദെൻ ഇതിൻ്റെയൊക്കെ കളർ കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, കളേഴ്സിൽ പോകുന്നു. കളേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഫില്ല് കളറുണ്ട്, സ്ട്രോക്ക് കളറുണ്ട്. സ്ട്രോക്ക് കളർ നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ സ്ട്രോക്കിൽ നോണെന്ന് കൊടുക്കുന്നു. ഫിൽ കളറിൽ നമുക്ക് ഒരുപാട് കുറച്ച് കളേഴ്സ് ഇവിടെ ഉള്ളൂ. അപ്പോൾ കൂടുതൽ കളേഴ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ എഡിറ്റിൽ പോയാൽ കളേഴ്സ് ആൻഡ് ഫിൽസ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് തുറക്കുക. അതിനകത്ത് ഇവിടെ ഈ മെർജ് കളർ സെറ്റ് എന്നുള്ളടുത്ത് ബേസിക്കിൽ നിന്ന് എന്ത് ചെയ്യുക, ഓക്സിജനിലേക്ക് ചേഞ്ച് ചെയ്യുക. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആവും. ഓക്കെ, നമുക്കിവിടെ റെഡ് കളറാണ് ചൂസ് ചെയ്യേണ്ടത്. നമ്മൾ റെഡ് കളർ ചൂസ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, ഈ ഒരു ഏരിയ ഇത് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുന്നു. ദെൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, അതിനുശേഷം നമ്മൾ ഈ ഒരു ഡെയിലി ന്യൂസ് എന്നുള്ള വൈറ്റ് കളറിലുണ്ട്. നമ്മളെന്ത് ചെയ്യുക, ഇവിടെ ഈ ഒരു ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യാൻ മീൻസ് ഇത് ടെക്സ്റ്റ് ബോക്സ് ആണ്. നമ്മൾ വരച്ചത് ഷേപ്പാണ്. ഈ ഷേപ്പ് അല്ലാതെ ഈ ടെക്സ്റ്റ് ബോക്സിലും സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് ബോക്സിൽ സെലക്ട് ചെയ്താൽ നമുക്ക് ടെക്സ്റ്റിനെ മാനേജ് ചെയ്യാൻ കഴിയും. ദെൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ലെവൽ എന്നതിൽ ഓപ്ഷനിൽ റൈസ് കൊടുക്കുക. വീണ്ടും ലെവലിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈസ് ടു ടോപ്പ് കൊടുത്താൽ ഇവിടെ ന്യൂസ് എന്ന സ്ക്രീനിൽ വന്നു, ന്യൂസ് ഡെയിലി. ഓക്കെ, അപ്പോൾ ഇത്ര ചെയ്താൽ മതി. നമുക്ക് വേണ്ട ഷേപ്പ് വരക്കുക, സ്ക്രീനിൽ പ്ലേസ് ചെയ്യുക. ദെൻ ഈ ടെക്സ്റ്റ് ഇവിടെ ടെക്സ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത് ടെക്സ്റ്റ് ബോക്സ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ദെൻ എന്ത് ചെയ്യുക, നമ്മൾ ആ ടെക്സ്റ്റ് ബോക്സിനെ സെലക്ട് ചെയ്യുക. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ സെലക്ഷൻ കിട്ടും. സെലക്ഷൻ ആയി എന്ന് മനസ്സിലാക്കാനാണ് ഈ ഇതിന് 4 സൈഡിലൂടെയും കുറേ ഒരു ചെറിയ സ്ക്വയേഴ്സ് കണ്ടോ, അങ്ങനെ സ്ക്വയേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത് സെലക്റ്റഡ് ആണെന്ന്. ഇനി രണ്ടാമതായി പറഞ്ഞിട്ടുള്ളത് ഇതിന് താഴെ ഒരു ടെക്സ്റ്റ് ഉൾപ്പെടുത്താനാണ്. ടെക്സ്റ്റ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബോക്സ് വരക്കണം. അതിന് ടി എന്ന ഫ്രെയിം ടി എന്നാണ് അതിൻ്റെ സിമ്പൽ, ടെക്സ്റ്റ് ഫ്രെയിം എന്നാണ് ഇതിൻ്റെ നെയിം. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമ്മൾ ഇതിന് താഴേക്ക് വരച്ച് സെറ്റ് ചെയ്യുക. ദെൻ ആവശ്യാനുസരണം അറേഞ്ച് ചെയ്ത് വെക്കുക. മൗസ് ഉപയോഗിച്ച് കറക്റ്റ് ഒരേ സൈസിലാക്കി വെക്കുക. ഇപ്പോൾ ടെക്സ്റ്റ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ആവശ്യമായ ടെക്സ്റ്റ് നമ്മളെടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പോവർട്ടി എന്നുള്ള രീതിയിൽ ഫയൽസിൽ എവിടെയുണ്ട്, ഫയൽസിൽ എക്സാം ടൺ ഡോക്യുമെൻറ്റ്സിൽ, ഹോമിൽ എക്സാം ടൺ ഡോക്യുമെൻറ്റ്സിൽ സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് കേരള എക്സ്ട്രീം പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു ഫയൽ തന്നിട്ടുണ്ട്. ആ ഫയലിലെ ഡാറ്റയാണ് ഇങ്ങോട്ട് എടുക്കേണ്ടത്. അത് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടൻറ്റിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഗെറ്റ് ടെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എക്സാം ടൺ ഡോക്യുമെൻറ്റ്സ് തുറന്ന് സ്ക്രൈബേഴ്സിനകത്ത് കേരള എക്സ്ട്രീം പ്രോപ്പർട്ടി എന്നുള്ളത് ഓക്കെ ക്ലിക്ക് ചെയ്താൽ സ്ക്രീനിൽ വന്നു. ഇതൊരു സിംഗിൾ കോളമായിട്ടാണ് തന്നിട്ടുള്ളത്. നമ്മുടെ അടുത്ത് ടോട്ടൽ 3 കോളം ഉണ്ടാക്കാനാണ് പറഞ്ഞിരുന്നത്. ഇവിടെ ഒരു കോളം ആൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കോളത്തിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, 2 കോളാക്കിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇവിടെ ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിൽ ഒന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ താഴെ പ്രോപ്പർട്ടീസ് ഉണ്ട്, ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ ഇവിടെ കോളംസ് ആൻഡ് ടെക്സ്റ്റ് ഡിസ്റ്റൻസ് എന്നൊരു ഓപ്ഷൻ കണ്ടോ, കോളംസ് ആൻഡ് ടെക്സ്റ്റ് ഡിസ്റ്റൻസ്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ കോളത്തിൻ്റെ എണ്ണം 1 എന്നുള്ളത് നമ്മൾ 2 എന്നാക്കി കൊടുക്കുക. അപ്പോൾ 2 കോളായി. ഇനി സ്പേസ് 4 mm കൊടുക്കാൻ പറഞ്ഞിരുന്നു. 4 mm കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്യാപ്പ് 4 എന്നുള്ളിടത്ത് ഈ എന്ത് ചെയ്യുക, 1 2 3 4 mm കറക്റ്റായിട്ട് സെറ്റ് ചെയ്തു. ഇപ്പോൾ കറക്റ്റായിട്ട് 4 mm സൈസിൽ ഫോണ്ട് റെഡിയാക്കി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഒരു ചിത്രം കൊടുക്കാനാണ്, ചിത്രം ഉൾപ്പെടുത്താനാണ്. ടെക്സ്റ്റ് ഉൾപ്പെടുത്താൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സ്ക്രൈബേഴ്സിനകത്ത് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ ടെക്സ്റ്റ് ഉൾപ്പെടുത്തുകയാണെങ്കിലും പിക്ചർ ഉൾപ്പെടുത്തുകയാണെങ്കിലും കണ്ടൻറ്റ് ടൈപ്പ് ചെയ്യുകയാണെങ്കിലും അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഫ്രെയിമുകൾ വരക്കണം.
ഫ്രെയിമുകൾ വരച്ചെങ്കിൽ മാത്രമേ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. അതല്ലാതെ ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്താലോ കോപ്പി പേസ്റ്റ് ചെയ്താലോ ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ ഫ്രെയിം വരച്ചാൽ ഫ്രെയിമിനകത്തേക്കാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ഇമേജിൻ്റെ ഫ്രെയിം വരക്കണം. ഇമേജിൻ്റെ ഫ്രെയിം വരക്കാൻ അടുത്ത സൈഡിൽ മൂന്നാമത്തെ ഓപ്ഷൻ കണ്ടല്ലോ, ഇമേജ്. ഇത് ഞാൻ മുകളിലായി ഉണ്ടായിരുന്നു, ഞാൻ ക്ലിക്ക് ചെയ്ത് താഴേക്ക് സൈഡിലേക്ക് മാറ്റി വെച്ചതാണ്. നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ കാണാം, ഈ ഇമേജിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അത് മൗസ് കൊണ്ടുപോകുമ്പോൾ ഇമേജ് ഫ്രെയിം അഥവാ ഷോർട്ട് കട്ട് കീ ഐ എന്നാണ്. ഐ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഈ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെയാണ് നമുക്ക് പിക്ചർ വേണ്ടത്. ആ പിക്ചർ വേണ്ട ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് സെറ്റ് ചെയ്യുക. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഫ്രെയിമാണ് വരിക. ഇതിലേക്ക് നമ്മൾ കണ്ടൻറ്റ് കൊണ്ടുവരാനുണ്ട്. ഇനി എന്ത് ചെയ്യുക, റൈറ്റ് ബട്ടൺ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഗെറ്റ് ഇമേജ്, ഇത് ഇമേജ് ഫ്രെയിം ആയതുകൊണ്ട് ഇമേജ് ആയത് ടെക്സ്റ്റ് ആണെങ്കിൽ ഗെറ്റ് ടെക്സ്റ്റ് എന്നാണ് വരിക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഗെറ്റ് ഇമേജ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം എക്സാം 10 ഡോക്യുമെൻറ്റ്സിൽ സ്ക്രൈബസ് എന്ന ഇമേജ് 10 എന്ന ഫോൾഡറിൽ എക്സ്ട്രീം പോവർട്ടി എന്നാണോ, പോവർട്ടി എന്ന ഇമേജ്, പോവർട്ടി എന്ന അതാണ് പിക്ചർ പറഞ്ഞിട്ടുള്ളത്. പോവർട്ടി എന്ന ഇമേജ് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുന്നു, ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ സ്ക്രീനിലൂടെ വന്നു. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഫ്രെയിമിനേക്കാൾ വലിയ സൈസിലുള്ള പിക്ചറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫ്രെയിമിൻ്റെ സൈസിലേക്ക് ഇമേജിനെ സെറ്റ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ വലിയ ഫ്രെയിമായിരിക്കും, ഇമേജ് ചെറുതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ഇമേജിനെ ഫ്രെയിമിൻ്റെ സൈസിലേക്ക് സെറ്റ് ചെയ്യണം. ഇനി ഫ്രെയിം ചെറുതാണ്, ഇമേജ് വലുതാണെങ്കിൽ എന്ത് ചെയ്യണം, ഇമേജിനെ ഫ്രെയിമിൻ്റെ സൈസിലേക്ക് സെറ്റ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഈ പിക്ചറിൽ തന്നെ ഫ്രെയിമിനകത്ത് തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ആ ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇങ്ങോട്ടേക്ക് വന്നാൽ കാണാം അഡ്ജസ്റ്റ് ഫ്രെയിം ടു ഇമേജ്. അപ്പോൾ ചെറിയ ഇമേജും വലിയ ഫ്രെയിമും ആണെങ്കിൽ ആ ഫ്രെയിമിനെ ചെറുതാക്കി ഇമേജിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്ജസ്റ്റ് ഫ്രെയിം ടു ഇമേജ് കൊടുക്കുന്നത്. അടുത്തായിട്ട് അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഫ്രെയിമിനകത്തേക്ക് ഇമേജിനെ സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ഫ്രെയിമിനേക്കാൾ വലിയ പിക്ചറാണ്. നമ്മൾ സെറ്റ് ചെയ്യേണ്ട സാധനം എന്താണ്, ഇമേജാണ്. ആദ്യമുള്ള സാധനം എന്താണെന്ന് നോക്കുക, അതാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്യുക. ഒന്നാമത്തെ കേസിൽ ഫ്രെയിമാണ്, അഡ്ജസ്റ്റ് ഫ്രെയിം ടു ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ അഡ്ജസ്റ്റ് ചെയ്യപ്പെടുക ഫ്രെയിമാണ്. ഇവിടെ രണ്ടാമത്തെ കേസിൽ അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഇമേജാണ് അഡ്ജസ്റ്റ് ചെയ്യപ്പെടുക. നമുക്ക് ഇവിടെ എന്താ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, ഇമേജ് തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിക്ചർ വന്നു. പക്ഷേ വേറെ കാര്യം നോക്കൂ, ഇവിടെ താഴെ ഫ്രെയിം കുറച്ച് ബാലൻസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യുക, ഈ ബാക്കിയുള്ള ഫ്രെയിമിനെ ഈ ഇമേജിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും എന്ത് ചെയ്യുക, അവിടെ തന്നെ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇമേജ് എന്ന് വരും. അതിനകത്ത് ഇനി ഒന്നാമത്തെ ഓപ്ഷൻ എടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫ്രെയിമിനെ ഇമേജിലേക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫ്രെയിമിനെ ഇമേജിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി സെൻറ്ററിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് താഴേക്കൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് പൊസിഷനിൽ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇത്രയാണ് ടാസ്ക് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് നോക്കാം. അതിന് ഇവിടെ വ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. Ctrl+Alt+P ക്ലിക്ക് ചെയ്താലും വ്യൂ കിട്ടും. ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അവിടെ കാണാം സ്ക്രീനിൽ ന്യൂസ് ഡയലി എന്നുള്ള രീതിയിൽ സാധനം വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഈ ഒരു ഓപ്ഷൻ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്താൽ തിരിച്ച് പഴയ പോലെ തന്നെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഇൻ്റർഫേസിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഇവിടെ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കുറേ സ്ക്വയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്തുണ്ടാവില്ല, നമ്മൾ പ്രിൻറ്റ് പ്രിവ്യൂവിൽ വരുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. കാരണം അത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ഫ്രെയിമുകളും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഫ്രെയിം അങ്ങനെ നമുക്കൊരു ഫ്രെയിമായിട്ട് പ്രിൻറ്റ് ചെയ്ത് വരുമ്പോൾ പ്രിവ്യൂ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഷേപ്പ് വരച്ച് തയ്യാറാക്കി ഫ്രെയിം ഉണ്ടാക്കുക തന്നെ വേണം. ഓക്കെ, അതൊന്നും ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ഇനി അടുത്ത ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫയലിനെ PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങോട്ടാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്, എക്സാം 10 പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഫോൾഡറിലേക്ക്. എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫയലിൽ പോവുക, അവിടെ എക്സ്പോർട്ട് എന്നുണ്ടാവും. എക്സ്പോർട്ട് സേവാസ് EPS, സേവാസ് PDF, സേവാസ് ഇമേജ്, സേവാസ് SVG, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ അടുത്ത് പറഞ്ഞ് PDF ആയിട്ട് സേവ് ചെയ്യാനാണ്. അപ്പോൾ സേവാസ് PDF എന്ന് ക്ലിക്ക് ചെയ്യാം. ഈ തുറന്നു വരുന്ന വിൻഡോയിൽ ഇഗ്നോർ എറേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ സെറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കൂ, ഹോമിൽ സ്കൂളിൽ എക്സാം 10 എക്സാം 10 ഡോക്യുമെൻറ്റ്സിനകത്താണ് ഇപ്പോൾ നിലവിൽ കിടക്കുന്നത്. നമുക്കിത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഹോം എടുക്കുക, ഹോമിൽ എക്സാം 10 പ്രോഡക്റ്റ്സ് എടുക്കുക, ന്യൂസ് ഡയലി. അതിന് മുമ്പ് എന്ത് ചെയ്യണം, രജിസ്റ്റർ നമ്പർ എന്നും കൂടി ചേർത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രജിസ്റ്റർ നമ്പർ _newsdaily.pdf എന്നാക്കി, രജിസ്റ്റർ നമ്പർ _newsdaily.pdf എന്നാക്കി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, ദെൻ ഫയൽസിലൊന്ന് പോയി നോക്കാം വന്നിട്ടുണ്ടോ എന്നുള്ളത്. എക്സാം 10 പ്രോഡക്ട്സിൽ വന്നിട്ടില്ല. ഓക്കെ, ഒരു സ്റ്റെപ്പും കൂടി ബാലൻസ് ഉണ്ട്. ഇവിടെ താഴെയുള്ള ഈ സേവ് എന്ന് പറഞ്ഞ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനുണ്ട്. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ടാവും. ഇനി പോയി നോക്കാം. എക്സാം 10 പ്രോഡക്ട്സിൽ നോക്കൂ, നമ്മുടെ ന്യൂസ് പേപ്പർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ഞാൻ എക്സ്പോർട്ട് ചെയ്ത് കാണിക്കാം. ഫയൽ പോകുന്നു,
സേവ് എക്സ്പോർട്ട് ആസ് ക്ലിക്ക് ചെയ്യുന്നു. അതിന് സേവ് ആസ് PDF എന്ന് എടുക്കുന്നു. അതിനുശേഷം ഇവിടെ ഇഗ്നോർ എറേഴ്സ് കൊടുക്കുന്നു. ദെൻ ഇവിടെ ചേഞ്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഹോമിൽ എക്സാം 10 പ്രൊഡക്ട്സിനകത്ത് ന്യൂസ് ഡയലി ഞാൻ രണ്ടാമത്തെ ഫയൽ ചെയ്യല്ലേ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡയലിൻ്റെ കൂടെ 2 എന്ന് ആഡ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ, മനസ്സിലാവാൻ വേണ്ടിയിട്ട്. രജിസ്റ്റർ നമ്പർ _ ന്യൂസ് ഡയലി .pdf ഫയലാക്കിയാണ് സേവ് ചെയ്യാൻ പറഞ്ഞത്. SVG ആണെങ്കിൽ SVG കൊടുക്കുക, PDF ആണെങ്കിൽ PDF കൊടുക്കുക. ഇവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഇവിടെ താഴേക്ക് വന്നിട്ട് താഴെയുള്ള ഈ ഒരു സേവ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫയൽ സേവായി. ഓക്കെ, നമുക്കൊന്നുകൂടെ ഫയൽസിലൊന്ന് പോയി നോക്കാം. ഫയൽസിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ എക്സാം പ്രൊഡക്ട്സിനകത്ത് രണ്ടാമത്തെ ഫയൽ വന്നിട്ടുണ്ട്. ഓക്കെ, എന്താ നോക്കൂ, സെയിം ഫയൽ തന്നെയാണ്. ഇത്രയാണ് ആ ക്വസ്റ്റ്യനിൽ നമ്മുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ സ്ക്രൈബസിലെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. സ്ക്രൈബസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മാതൃകയിൽ നൽകിയ പോലെ ഒരു മാഗസിൻ്റെ പേജ് തയ്യാറാക്കുക. ഇവിടെ പേജ് തന്നിട്ടുണ്ട്. ഒരു തെയ്യം എന്നുള്ളതാണ് പേരോട് മാഗസിൻ്റെ പേര്. വേർ ദ ഗോഡ് ഡിസെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള സബ് ടൈറ്റിലും കൊടുത്തിട്ടുണ്ട്. സൂചനകളൊന്ന് വായിച്ചു നോക്കാം. സ്ക്രൈബസിൽ ഒരു A4 പേജ് തയ്യാറാക്കാം. സ്ക്രൈബസിൽ ഒരു A4 സൈസിൽ പേജ് സെറ്റ് ചെയ്യുക. ദെൻ ഇമേജസ് 10 ഫോൾഡറിൽ തെയ്യം കവർ .png എന്ന ചിത്രം പശ്ചാത്തലമായി ഉൾപ്പെടുത്തുക. ദെൻ ഒരു ദീർഘചതുരം തയ്യാറാക്കി നിറം നൽകുക. എന്ത് ചെയ്യണം? റെഡ് കളർ വേണം കൊടുക്കാൻ. ഇവിടെ താഴെയുള്ള റെഡ് 6 ആണ് കൊടുക്കേണ്ടത്. കളറിന് പറഞ്ഞിട്ടുണ്ട് റെഡ് 6 ആണെന്ന്. ചതുരത്തിനുള്ളിൽ തെയ്യം എന്ന തലക്കെട്ട് ചേർത്ത് നിറം നൽകുക. മഞ്ഞ കളറിൽ തെയ്യം എഴുതാനുണ്ട്. അതിന് താഴെ വേർ ദ ഗോഡ് ഡിസെൻഡ് എന്ന ടെക്സ്റ്റ് ഉൾപ്പെടുത്തുക. താഴെ വേർ ദ ഗോഡ് ടെക്സ്റ്റ് എന്ന് ഗോഡ്സ് ഡിസെൻഡ് എന്ന് പറയുന്ന ടെക്സ്റ്റും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ആവശ്യമായ പശ്ചാത്തലം നിറം നൽകുക. ഇതിനാവശ്യമായിട്ടുള്ള കളറൊക്കെ സെറ്റ് ചെയ്യുക. ദെൻ തയ്യാറാക്കിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ തെയ്യം എന്ന ഫയൽ നാമം നൽകി PDF ഫോർമാറ്റിൽ exam_ products എന്ന ഫോൾഡറിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്ത് ചെയ്യണം? ഒരു ദീർഘചതുരം തയ്യാറാക്കി നിറം നൽകാമെന്നുണ്ട്, റെഡ് സ്ക്വയർ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഇതിലുള്ളത് പോലെ തന്നെ സെറ്റ് ചെയ്യാം. ഇവിടെ ഒരു ഫ്രെയിം ഉണ്ട്. അപ്പോൾ ഒരു ഫ്രെയിമും കൂടി നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറാക്കണം. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിലാകെ നമ്മുടെ അടുത്ത് ഡോക്യുമെൻറ്റ്സ് ആയി തരുന്നത് ഈ ഒരു പിക്ചർ മാത്രമേ ഉള്ളൂ. അത് ഇമേജ് 10 ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇമേജ് തെയ്യം കവർ .png എന്നുള്ള രീതിയിൽ പേര് തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ പോയി നോക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ക്രൈബസ് തുറക്കുന്നു. സ്ക്രൈബസ് തുറന്ന് വരുമ്പോൾ സിംഗിൾ പേജ്, ഒരു ഒറ്റ പേജ് മതിയല്ലോ. സൈസ് എന്ത് ചെയ്യുക? A4 ആണ്. A4 ആകുമ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കോടെ സെറ്റ് ആയിട്ടുണ്ടാവും. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് A4ൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള സൈസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഡിഫോൾട്ട് സൈസ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒരു ദീർഘചതുരം വരച്ച് സെറ്റ് ചെയ്യണം. അതിനെന്ത് ചെയ്യാം? ഇതാണ് നമ്മുടെ ഇതാണ് ഷേപ്പ് ഫയൽ. ഈ ഷേപ്പ് ഫയൽ വ്യത്യസ്ത ഷേപ്സ് ഉണ്ട്. നിലവിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഒരുപാട് ഷേപ്സ് അവൈലബിൾ ആവും. ഇപ്പോൾ നിലവിലുള്ളത് എന്താണ്? നിലവിൽ ഇതിനകത്തുള്ളത് നമ്മുടെ പോളിഗൺ നിലവിലുള്ളത് റെക്റ്റാങ്കിളാണ് ഇവിടെ വരക്കേണ്ടത്. റെക്റ്റാങ്കിൾ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്യുക. ഇവിടെ താഴേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇതിനൊരു കളർ കൊടുക്കണം. കളർ കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ കണ്ടൻറ് പ്രോപ്പർട്ടീസിലൊന്ന് പോവുക. പ്രോപ്പർട്ടീസിനകത്ത് ഷേപ്പ്, ഇവിടെ താഴെ കളേഴ്സ് എന്നൊരു ഓപ്ഷൻ കണ്ടോ? അതിനകത്ത് കളേഴ്സിൽ വരിക. കളേഴ്സിൽ ഫിൽ കളർ ഉണ്ട്, സ്ട്രോക്ക് കളർ ഉണ്ട്. നമുക്കതിൻ്റെ ഔട്ടറായിട്ട് കളർ മാത്രം മതി. അതുകൊണ്ട് സ്ട്രോക്കിന് മാത്രം കളർ മതി, ഫില്ലിൽ ഉള്ളിൽ കളർ വേണ്ട. അപ്പോൾ എന്ത് ചെയ്യുക? സ്ട്രോക്ക് ക്ലിക്ക് ചെയ്തിട്ട് സ്ട്രോക്കിൽ നമുക്ക് എന്ത് ചെയ്യുക? റെഡ് 6 ആണ് എന്താണെന്ന് പറഞ്ഞു തന്നു. അപ്പോൾ എന്ത് ചെയ്യണം? കളർ ആഡ് ചെയ്യണം. കളർ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ പോകുന്നു. ഇവിടെ എഡിറ്റിൽ പോയിട്ട് കളേഴ്സ് ആൻഡ് ഫിൽസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ സ്ക്രൈബസ് ബേസിക് എന്നുള്ളത് മാറ്റിയിട്ട് ഓക്സിജൻ ആക്കുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ടാവും. ഇതിനകത്ത് നമുക്ക് റെഡ് 6 ബ്രിക്ക് റെഡാണ്. റെഡ് 6 താഴേക്കൊന്ന് പോയി നോക്കാം കളർ ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, റെഡ് 6 ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത് കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ സ്ക്രീനിൽ കളർ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ നോക്കാം. പ്രിവ്യൂ നോക്കുമ്പോൾ റെഡ് 6 ആയിട്ടുള്ള രീതിയിൽ കളർ വന്നിട്ടുണ്ട്. ഓക്കെ, പ്രിവ്യൂ നോക്കാനാണ് ഇവിടെ ഐയുടെ സിമ്പിളുള്ള. അതല്ലെങ്കിൽ ഇവിടെ വ്യൂവിൽ പോയിട്ട് പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലും നമുക്ക് പ്രിവ്യൂ കാണാൻ പറ്റും. ഇപ്പോൾ സ്ക്രീനുള്ളത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഈ ഏരിയ ഒക്കെ അനേബിൾ ആവും. അതല്ലാന്നുണ്ടെങ്കിൽ ഡിസേബിൾ ആയിരിക്കും. ഇപ്പോൾ എനേബിളായി. ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ടൈപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, ഓപ്ഷനിലാണ് ഉള്ളത്. ഇനി എന്ത് ചെയ്യണം, അതിന് പകുതിയോളം ഏരിയയിൽ നമ്മൾ പിക്ചർ ആഡ് ചെയ്യാണ്ട്. പിക്ചർ ആഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്യാൻവാസ് തയ്യാറാക്കണം. ക്യാൻവാസ് തയ്യാറാക്കാൻ ഞാൻ മൊത്തത്തിൽ ക്യാൻവാസ് ഈ സൈസ് തന്നെയാണ് സെറ്റ് ചെയ്യാണ്. ക്യാൻവാസ് താഴെ വരെ ഉണ്ട്. ക്യാൻവാസ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തു. ഇനി ഇതിനകത്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ക്യാൻവാസ്, ഇതിന് നമ്മുടെ ഉള്ളിൽ വരച്ച ബോർഡറിൻ്റെ ഉള്ളിൽ അകത്തായിട്ട് വേണം ഇത് സെറ്റ് ചെയ്ത് നിർത്താൻ. ഇവിടെ കുറച്ച് പുറത്തോട്ട് പോയിട്ടുണ്ട്. ഒന്ന് സെറ്റ് ചെയ്തിട്ട് അകത്തേക്ക് സെറ്റ് ചെയ്യാണ്. ഓക്കെ, കറക്റ്റായി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇമേജ് കൊണ്ടുവരണം. ഇമേജ് കൊണ്ടുവരാൻ എന്താ ചെയ്യേണ്ടത്, ഫ്രെയിമിനകത്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കണ്ടൻറ്റ്, അതിനകത്ത് ഗെറ്റ് ഇമേജ് എടുക്കുക. ഗെറ്റ് ഇമേജിനകത്ത് ഹോമിനകത്ത് ഇമേജ് 10-നകത്ത് തെയ്യം കവർ പേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. സ്ക്രീനിൽ പിക്ചർ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കറക്റ്റ് സൈസിലാണുള്ളത്. അഥവാ നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇമേജിൽ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അഡ്ജസ്റ്റ് ഫ്രെയിം ടു ഇമേജിലേക്ക് ഫ്രെയിമിന് അഡ്ജസ്റ്റ് ചെയ്യാൻ താഴെയുള്ള ഓപ്ഷനാണെങ്കിൽ ഇമേജ് ടു ഫ്രെയിം, ഇമേജിനെ ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. ആ രണ്ട് ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. ദെൻ അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ താഴെ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് വരക്കണം. ഇവിടെ അങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് വരക്കണം. അതിനൊരു കളർ കൊടുക്കാണ്ട് അതിനകത്ത് തെയ്യം എഴുതണം. പിന്നെ ഗോഡ് ഡിസൈൻസ് അങ്ങനെ എന്തോ ഒന്ന് ടെക്സ്റ്റ് പറഞ്ഞിരുന്നു. ടെക്സ്റ്റിൽ എന്തായിരുന്നു പറഞ്ഞ്, വേർ ദ ഗോഡ്സ് ഡിസെൻഡ് എന്നാണ്. അതും കൂടി നമ്മൾ ചെയ്യാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യമായി നമ്മൾ ടെക്സ്റ്റ് ഒരു റെക്റ്റാങ്കിൾ ബോക്സ് വരക്കുക. റെക്റ്റാങ്കിൾ ബോക്സ് വരക്കാൻ ഇവിടെ ഈ ഒരു ഈ ഷേപ്പ് എടുക്കുന്നു. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, റെക്റ്റാങ്കിൾ ബോക്സ് ഇവിടെ വരക്കുകയാണ്. റെക്റ്റാങ്കിൾ ബോക്സ് വരച്ചു. ഇനി ഇതിനകത്തൊരു കളർ കൊടുക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ കളർ റെഡ് കളർ 6 തന്നെ കൊടുക്കുക. റെഡ് 6. ഓക്കെ, റെഡ് 6 കൊടുത്തു. ഇത് സ്ട്രോക്കിനല്ല, ഫില്ലിലാണ് വേണ്ടത്. ഫില്ലിലും എന്ത് ചെയ്യുക, ഫില്ലിലും സെയിം കളർ കൊടുക്കാം. അപ്പോൾ പിന്നെ സ്ട്രോക്കും ഫില്ലും സെയിം കളറായാൽ നമുക്ക് മനസ്സിലാവില്ല, ഒരുപോലെ തന്നെയാണ് ഉണ്ടാവുക. താഴേക്ക് വരിക, റെഡ് 6. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് തെയ്യം എന്ന ടെക്സ്റ്റ് എഴുതണം. ടെക്സ്റ്റ് എഴുതാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ ടി എന്ന ടൂൾ ഉണ്ടല്ലോ, ആ ടൂള് ഉപയോഗിച്ച്, അതാണ് ടെക്സ്റ്റിനുള്ള വേണ്ട ടൂള്. അത് ഉപയോഗിച്ച് ഒരു ഫ്രെയിം ഇവിടെ തയ്യാറാക്കുക. ഫ്രെയിം തയ്യാറാക്കിയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ടെക്സ്റ്റ് അതിനകത്ത് വരും. ഇനി ഇവിടെ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിലൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. ദെൻ തെയ്യം എന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തെയ്യം എഴുതാൻ വേണ്ടിയിട്ട് തെയ്യം എഴുതിയിട്ടുണ്ട്. തെയ്യം വേർ ദ ഗോഡ് ഡിസൈൻസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, തെയ്യം എഴുതി ഇതെന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് കാണാൻ കഴിയും എഴുതിയിട്ടുണ്ട് അവിടെ. ദെൻ ഇവിടെ ഈ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിൽ ഇതിൻ്റെ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുക. അത്യാവശ്യം സൈസ് ഉണ്ടായിക്കോട്ടെ. ഇതിനകത്ത് ഫോണ്ടൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഫോണ്ട് കൊടുക്കണമെന്നില്ല. ഫോണ്ട് ആവശ്യമെങ്കിൽ കൊടുക്കാം. ആവശ്യമെങ്കിൽ മീൻസ് ക്വസ്റ്റിനകത്ത് പറയുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കണ്ടൻസ്ഡ് ബോൾഡ് എന്നുള്ള സെറ്റപ്പിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെൻട്രലായിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടി ഇവിടെ അലൈൻ ടെക്സ്റ്റ് സെൻറ്ററാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കളറൊന്നും ചേഞ്ച് ചെയ്യണം. കളർ യെല്ലോ കളറിലാണുള്ളത്. അപ്പോൾ യെല്ലോ കളേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ കളേഴ്സ് എന്ന എഫക്ട്സിൽ ഈ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് എന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, യെല്ലോ കളർ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് തെയ്യം നട വന്നിട്ടുണ്ട്. ഇനി അടുത്ത ടെക്സ്റ്റ് എഴുതണം, വേർ ദ ഗോഡ്സ് ഡിസെൻഡ് എന്നുള്ളത്. അതിന് വേണ്ടി നമ്മൾ ടി എന്ന ടൂൾ വീണ്ടും യൂസ് ചെയ്യുന്നു. ടി അഥവാ ടെക്സ്റ്റ് ടൂൾ യൂസ് ചെയ്യുന്നു. വീണ്ടും ഫ്രെയിം വരക്കുന്നു. അതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുന്നു, വേർ
ദ ഗോഡ്സ്. സെലക്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കാണാൻ കഴിയും വേർ ദ ഗോഡ്സ് ഡിസെൻഡ് എന്നുള്ളത്. കുറച്ച് സൈസ് ഒന്ന് കൂട്ടി നോക്കാം. അത് കറക്റ്റ് സെൻട്രലായിട്ട് അലൈൻ ചെയ്യണം. ദെൻ അതിന് ശേഷം സൈസ് ഒന്ന് കൂട്ടി സെറ്റ് ചെയ്യാം. ഓക്കെ, ഫ്രെയിമിൻ്റെ ഏകദേശം സെൻട്രലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് കളർ വൈറ്റ് കളറാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിന് എന്ത് ചെയ്യുക, ഇവിടെ നമ്മുടെ കളേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് കളേഴ്സ് ആൻഡ് എഫക്ട്സ്, ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ്, കളേഴ്സ് ആൻഡ് എഫക്ട്സിൽ പോയിട്ട് ഇവിടെ ഈ ബ്ലാക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, വൈറ്റ് ആക്കി കൊടുക്കുക. ഓക്കെ, ഇവിടെ ചെയ്യേണ്ട വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് പ്രിവ്യൂ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പ്രിവ്യൂവിൽ നമ്മുടെ ബോർഡർ പുറത്ത് പോയിട്ടുണ്ട് അല്ലേ. ബോർഡർ പുറത്ത് പോയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, അതൊന്ന് ഒന്നുകൂടെ സെറ്റ് ചെയ്യാം. ഈ പിക്ചറിൻ്റെ ഫ്രെയിം ഒന്ന് അകത്തേക്ക് താത്തിയാൽ, അതുപോലെ ഇവിടെ ഈ സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് കുറച്ചെടുത്താൽ കറക്റ്റ് ആ ബോർഡർ പുറത്ത് കിട്ടും. ഇനി ഒന്ന് പ്രിവ്യൂ നോക്കാം. കറക്റ്റായിട്ട് ആ ബോർഡർ അവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇതിന് കാര്യമായിട്ട് പറയുന്നത് പിക്ചർ കൊണ്ടുവരാനും അതുപോലെ ഈ റെക്റ്റാങ്കിൾ ഷേപ്പ് വരക്കാനും അതായത് ടെക്സ്റ്റ് കൊടുക്കാനാണ്. ബോർഡർ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു എന്നുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ക്രൈബസിനകത്ത് നമ്മൾ ഇമേജ് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ഇമേജിൻ്റെ ഫ്രെയിം വരക്കണം. എന്നിട്ട് വേണം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഗെറ്റ് ഇമേജ് ആണെങ്കിലും ടെക്സ്റ്റ് ആണെങ്കിലും റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള സാധനം കൊണ്ടുവരാം. ഗെറ്റ് കണ്ടൻറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗെറ്റ് ഇമേജ് ഓർ ഗെറ്റ് ടെക്സ്റ്റ് കൊണ്ടുവരിക. ടെക്സ്റ്റ് ആണെങ്കിൽ ഫയൽ തന്നിട്ടുണ്ടെങ്കിൽ ആ ഫയൽ ഡയറക്റ്റ് ഗെറ്റ് ടെക്സ്റ്റ് പോയി എന്ന ഓപ്ഷൻ വഴി പോയിട്ട് ടെക്സ്റ്റ് കൊണ്ടുവരിക. ഇമേജ് ആണെങ്കിലും അത്തരത്തിൽ തന്നെ കൊണ്ടുവന്നാൽ മാത്രമേ സ്ക്രീനിൽ ആഡ് ചെയ്യാൻ കഴിയുള്ളൂ. അതല്ലാതെ നോർമലി ഫയൽ പോയി ഓപ്പൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് പിക്ചർ ആഡ് ചെയ്യാൻ ശ്രമിച്ചാൽ ഫെയിലാവും. നിങ്ങൾ എക്സാം ഹാളിൽ ഇരുന്ന് വേർക്കേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് പോവുക. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടുള്ളൂ. ഫ്രെയിം സെറ്റ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ സ്ക്രൈബസിനകത്ത് ഇമേജ് ഉൾപ്പെടുത്താനാണെങ്കിലും ടെക്സ്റ്റ് ഉൾപ്പെടുത്താനാണെങ്കിലും അതുപോലെ തന്നെ ഷേപ്സ് വരക്കാനാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം, നമ്മുടെ ഫ്രെയിമുകൾ ഉൾപ്പെടുത്തണം. ഫ്രെയിമുകൾ ഉൾപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, അതിലേക്ക് ആവശ്യമായിട്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ. ഓക്കെ, ഇതിനകത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഡയറക്റ്റ് സേവ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. PDF ആയിട്ട് സെറ്റ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. തയ്യാറാക്കിയ ഫയൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തയ്യാറാക്കിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _തെയ്യം എന്ന ഫയൽ നാമം നൽകി PDF ആയി സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. PDF ആയി സേവ് ചെയ്യാൻ എന്ത് ചെയ്യുക, ഫയലിൽ പോവുക, എക്സ്പോർട്ട് ആസ് PDF ക്ലിക്ക് ചെയ്യുക. ഫയലിൽ എക്സ്പോർട്ട് ആസ് PDF ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓപ്ഷനിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെയാണോ സേവ് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക്. ഇവിടെ സ്കൂളിൽ എക്സാം പ്രൊഡക്ട്സ് തന്നെയാണ് ഉള്ളത്. ഇവിടെ നമ്മുടെ അടുത്ത് പേരിന് നമ്പർ പറഞ്ഞത് രജിസ്റ്റർ നമ്പർ _ന്യൂസ് ഡയലി എന്നാണ് പറഞ്ഞത് കേട്ടോ. തെയ്യം എന്നാണ് പേര് പറഞ്ഞത്. അപ്പോൾ തെയ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നു. തെയ്യം. ഓക്കെ, സേവ് ക്ലിക്ക് ചെയ്യുക. ഇനി താഴെ ഇവിടെ ഒരു സേവ് ബട്ടൺ കൂടി ഉണ്ട്, അതുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ PDF ആയിട്ടുണ്ടാകും. ഫയലൊന്ന് പോയി നോക്കാം. ഫയൽ ക്ലിക്ക് ചെയ്യുന്നു. എക്സാം ആൻഡ് പ്രോഡക്ട്സിൽ തെയ്യം ഫയൽ സെറ്റായിട്ടുണ്ട്. നിങ്ങൾ എക്സാമിന് സമയത്ത് ഇവിടെ താഴേക്ക് മൗസ് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഈ ഡോക്ക് തുറന്നു വരും. അതിനകത്ത് ഫയൽസ് എടുക്കുക. അതല്ലെങ്കിൽ ഈ ഷോ ഓൾ ആപ്ലിക്കേഷൻ എന്നുള്ള ബട്ടൺ പോയിട്ട് ഫയൽ സെർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഫയലിൽ പോയി കറക്റ്റ് ലൊക്കേഷനിൽ നമ്മുടെ സേവ് ചെയ്ത ഫയൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മുടെ ഒറിജിനൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയൽ സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. അഥവാ നമ്മൾ ചെയ്യുമ്പോൾ അബദ്ധവശാൽ വേറെ എങ്ങോട്ടെങ്കിലും മാറി കിടപ്പുണ്ടെങ്കിൽ ഒന്നുകൂടെ എന്ത് ചെയ്യുക, നമ്മുടെ എക്സാക്റ്റ് ലൊക്കേഷനിലേക്ക് സേവ് ചെയ്യുക. സേവ് ചെയ്ത് ഫയൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ നമ്മൾ വ്യത്യസ്ത രീതിയിലുള്ള 2 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. സ്ക്രൈബേഴ്സിൽ ഇങ്ങനെ 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കുക. ഒന്ന് ഫയൽ അവർ എക്സാം സോഫ്റ്റ്വെയർ തരും. നമ്മളെ സോഫ്റ്റ്വെയറിൽ വേണ്ട ഫയൽ തുറന്ന് വേണ്ട മാറ്റങ്ങൾ വരുത്തിയാൽ മതി. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ഒരു പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തയ്യാറാക്കാനാണ് പറയുക. 2 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.